കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്തത് മൈനസ് ആയിട്ടാണ്. അവിടെ ജോബ് ഡേറ്റ വന്നത് ഒരല്പം മോശമാണ്. അതിനെ തുടർന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് മിക്സഡ് ആയിട്ടാണ്. പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡേറ്റ ആർബിഐയുടെ മോണിറ്ററി പോളിസിക്ക് തന്നെയാണ്. സിആർആർ കട്ടോ SLR കട്ടോ ഒരുപക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്ത മാർക്കറ്റ് ഒരു 10-200 പോയിന്റ് കയറാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ കട്ട് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് ഇതുപോലെ തന്നെ ഒരു സെല്ലിംഗ് പ്രഷറിന് സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആർബിഐയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം നടക്കുമെന്ന്. ഇന്ന് നിഫ്റ്റി 24,720, 24,750 ലെവൽ ഓപ്പൺ ചെയ്യുമെന്നാണ് കരുതുന്നത്. 24,840, 24,960, 25,090 ലെവൽ റെസിസ്റ്റൻസ് ഉണ്ട്. സപ്പോർട്ട് ഉള്ളത് 24,660, 24,530, 24,400 ലെവലാണ്. ബാങ്ക് നിഫ്റ്റി 53,710, 53,830, 54,000 ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ട്. സപ്പോർട്ട് ഉള്ളത് 53,420, 53,250, 53,000 ലെവലിലാണ്. ആർബിഐ പോളിസിയിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ പോലും ഒരുപക്ഷെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗിനുള്ള സാധ്യതയുണ്ട്. FIs-ഉം പ്രോ ട്രേഡേഴ്സും ഏതാണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. FIs ഏകദേശം അവരുടെ ഷോർട്ട് പൊസിഷൻ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. പ്രോ ട്രേഡേഴ്സ് കോളും പുട്ടും ഷോർട്ട് പൊസിഷനും എല്ലാം അല്പം കുറച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്നലത്തെ വോളറ്റാലിറ്റി എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പോൾ അതുപോലെ ഒരു മൂവ്മെന്റ് ഇന്ന് നടക്കാനും സാധ്യതയുണ്ട്. ഈ സാധാരണ റീറ്റെയിലേഴ്സ് ആണ് ഇത്തരം മൂവ്മെന്റിന് ഇടയിൽ പെട്ടുപോകുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക.